ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി കേട്ടോ. കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ മാത്രമേ ഇന്ന് നോമ്പ് തുറക്കുള്ളൂ. ഒരാൾ പോയി, ഒരാൾ വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോന്ന. അങ്ങനെ കട്ട്ലേറ്റ് മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വത്തക്ക ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ ജ്യൂസ് അടിക്കണം, അത്രയൊക്കെ മതി എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ചിക്കൻ കൂട്ടിയിട്ടാണ് കട്ട്ലേറ്റ് ഇടുന്നത്. കട്ട്ലേറ്റൊക്കെ പരത്തിയെടുക്കട്ടെ, റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റ് പൊരിച്ചെടുക്കാം. ആ വീഡിയോയും കൂടി ഇതിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. റസ്ക് പൊടിച്ചത് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു, അത് മതി. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. പൊരിച്ചെടുക്കാൻ വേണ്ടി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ പാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ റസ്ക് പൊടിയും മുട്ടയും, മുട്ടേൻ്റെ മഞ്ഞ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. മുമ്പൊക്കെ ഞാൻ വെള്ളം മാത്രം എടുത്തിട്ടായിരുന്നു ചെയ്യാറ്. മഞ്ഞ വെറുതെ വേസ്റ്റായി പോണ്ടെന്നുള്ളതിൽ ഇപ്പം മഞ്ഞയും കൂടെ എടുക്കും. പിന്നെ അതിന് ശേഷം ഞാൻ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുക്കട്ടെ. ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്ക് ദോശ ലാസ്റ്റ് ചുട്ടെടുക്കാം. ദോശ ചുടുന്ന വീഡിയോ എല്ലാം ഇപ്പോൾ കാണിക്കുന്നതുകൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ചിക്കൻ കറി ആദ്യം തന്നെ വെച്ചിരുന്നു. അങ്ങനെ നമ്മുടെ നോമ്പ് പെട്ടെന്ന് തന്നെ 4-1 കഴിഞ്ഞു കേട്ടോ. ഏകദേശം 4-1 കഴിഞ്ഞു. 7 കഴിഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നാളെ വരാം.